ചങ്ങായിമാരെ വളരെ കറക്റ്റ് കാര്യം ഈ പയ്യൻ പറയണത്. ഈ ചാനൽ ഡിബേറ്റ് ഒന്ന് കേട്ടോക്കി. സഹിഷ്ണുത കുറവല്ലേ? അതായത് ഒന്ന് കിട്ടിയാൽ തിരിച്ചടിക്കണം, അത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല. അതാണ് ഹീറോയിസം. അല്ലെങ്കിൽ അതിലൊരു വല്ലാത്ത നാണക്കേടുണ്ട് എന്ന് തോന്നുന്ന ഒരു ഫീലിങ്സ് ഈ ജനറേഷനില്ലേ? അങ്ങനെ ഒരു അല്ലെ, ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് ഒരിക്കലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് തന്നെ നോക്കാം. അതായത് ഒരിക്കലും സഹിച്ചു നിൽക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000-ൽ ജനിച്ച കുട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ച ആൽഫയിൽ ജനിക്കുന്ന കുട്ടിയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആളുടെ സഹിഷ്ണുത ഇല്ലാതാകുന്നതല്ല. ആളെ വളർത്തിയെടുക്കുന്ന എൻവയൺമെന്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തെന്ന് അറിയില്ല, ഇനിയുള്ള ചർച്ചകളിൽ അത് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമകൾ ആരാണ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ സിനിമകൾ കാണുമ്പോഴും ആ കുട്ടി സിനിമകളായിട്ട് നമുക്ക് കാണാൻ പഠിക്കാം. അത് പഠിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പഠിപ്പിക്കണം, വിദ്യാലയങ്ങളിൽ നിന്ന് പഠിപ്പിക്കണം. നമ്മൾ 10 വർഷവും 20 വർഷവും മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും കുട്ടിനെ പഠിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരാളെ വിമർശിക്കാൻ പറ്റും, ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഏത് സ്കൂളിലാണ് ഇത് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുട്ടി നാസിസ്റ്റിക് ആവും, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ബിഹേവിയറൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരെ റാഗ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നിലവിലുണ്ട്? നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിപ്പോ പലപ്പോഴും ഈ ചർച്ചയിൽ പലതവണ പറഞ്ഞു ഇവിടെ കാലം വളരെ വേഗതയിൽ കടന്നു പോകണമെന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗതയിൽ കടന്നു പോകുന്ന കാലവും ആ കാലത്തിന്റെ വേഗതയെ മനസ്സിലാക്കാതെ, അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാതെ, അതിന് പകരം ഈ കാലഘട്ടത്തിൽ പോകുന്ന കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ മാത്രം തയ്യാറായിരിക്കുന്ന കുറച്ച് ആൾക്കാരുമാണ്. അതിന് പകരം ആ കുട്ടിക്ക് കാലത്തിനൊരുമിച്ച് ഒപ്പം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സഹിഷ്ണുതയുള്ള വിദ്യാർത്ഥിയെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്, അവർക്ക് എൻവയൺമെന്റുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഇവര് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കണമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഡ്രഗുകളെല്ലാം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ആ കുട്ടിക്ക് സറൗണ്ടിങ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ചോദ്യങ്ങൾ എവിടെ എത്തും? പൈസ കൊടുത്ത് കളിക്കുന്ന ടെറഫിനപ്പുറം ഇവരുടെ കളിക്കളങ്ങൾ എവിടെ പോയി എന്നുള്ളടത്തേക്ക് ചോദ്യങ്ങൾ എത്തും. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. വായിക്കാനും പറയാനും എഴുതാനും വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇടങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരും. അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടി വരും. അതിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ചുറ്റുമുള്ള മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കി തുടങ്ങും.